ഹിന്ദുക്കൾ വൈശാഖ മാസവും അക്ഷയ തൃതീയയും വളരെ പ്രാധാന്യത്തോടുകൂടി ആചരിക്കുന്നു. ഹിന്ദു കലണ്ടർ മാസങ്ങളും വൈശാഖ മാസത്തിൻ്റെയും അക്ഷയ തൃതീയയുടെയും പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി ഹിന്ദു കലണ്ടർ മാസങ്ങൾ ഏതാണെന്ന് നോക്കാം. ഹിന്ദുക്കൾ വ്യത്യസ്ത പ്രാദേശിക കലണ്ടർ മാസങ്ങൾ പിന്തുടരുന്നു. വിവിധ പ്രാദേശിക കലണ്ടറുകളിൽ ഏറ്റവും കൂടുതൽ പഠിക്കപ്പെട്ടതും അറിയപ്പെടുന്നതുമായ ഹിന്ദു കലണ്ടറുകൾ ദക്ഷിണേന്ത്യയിലെ ഡെക്കാൻ പ്രദേശത്ത് പ്രചാരത്തിലുള്ള ശാലിവാഹന ശക കലണ്ടറും നേപ്പാളിലും ഇന്ത്യയുടെ വടക്ക് മധ്യപ്രദേശങ്ങളിലും പ്രചാരത്തിലുള്ള വിക്രം സംവത് ബിക്രമി കലണ്ടറും ആണ്. ഇവ രണ്ടും ചന്ദ്രചക്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ശക കലണ്ടർ എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യൻ ദേശീയ കലണ്ടർ ഗ്രിഗേറിയൻ കലണ്ടറിനൊപ്പം ഗസറ്റ് ഓഫ് ഇന്ത്യയുടെയും ആകാശവാണിയുടെ വാർത്താ പ്രക്ഷേപണങ്ങളിലും ഇന്ത്യ ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്ന കലണ്ടറുകളിലും ഔദ്യോഗിക ആശയവിനിമയങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു സൗര കലണ്ടറാണ്. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഹിന്ദുക്കൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന പരമ്പരാഗത കലണ്ടർ വിക്രം സംവത് ഇപ്പോൾ പ്രചാരത്തിലുള്ളതും അറിയപ്പെടുന്നതുമായ ഗ്രിഗേറിയൻ കലണ്ടറിനേക്കാൾ 57 വർഷം മുൻപാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനാൽ കൊല്ലവർഷം 2024 വിക്രം സംവത്തിൻ്റെ 2081 കൊല്ലവർഷമായിരിക്കും. ശക സംവത് പൊതുവെ ഗ്രിഗേറിയൻ കലണ്ടറിനേക്കാൾ 78 വർഷം പിന്നിലാണ്. കൊല്ലവർഷം 2024 ശക കലണ്ടറിൽ 1946 കൊല്ലവർഷമാണ്. ശക വിക്രം സംവത് കലണ്ടറിലെ ആദ്യ മാസമാണ് ചൈത്രം. മാർച്ച് ഇക്വിനോക്സ് ദിനത്തിലാണ്, അതായത് തുല്യ ദിനരാത്രകാലം, ഇത് ആരംഭിക്കുന്നത്. ചൈത്രത്തിന് 30 ദിവസങ്ങളുണ്ട്. അധിവർഷങ്ങളിലൊഴികെ മാർച്ച് 22 ആരംഭിക്കുന്നു. വർഷത്തിൻ്റെ ആദ്യ പകുതിയിലെ മാസങ്ങൾക്കെല്ലാം 31 ദിവസങ്ങളുണ്ട്. രണ്ടാം പകുതി 30 ദിവസം വീതമായിരിക്കും. ഏതൊക്കെയാണ് ശക വിക്രം കലണ്ടറിലെ മാസങ്ങളെന്ന് നോക്കാം. ചൈത്രം, വൈശാഖം, ജ്യേഷ്ഠം, ആഷാഢം, ശ്രാവണം, ഭദ്രപാദം, അശ്വിനം, കാർത്തിക, മാർഗശീർഷം, പൗഷം, മാഘം, ഫാൽഗുനം. അതിൽ ചൈത്രം മുതൽ ഭദ്രപാദം വരെ 31 ദിവസങ്ങളും അശ്വിനം മുതൽ ഫാൽഗുനം വരെ 30 ദിവസങ്ങളും. ഇനി എന്താണ് വൈശാഖ മാസം എന്ന് നോക്കാം. മാധവമാസം എന്നുകൂടി അറിയപ്പെടുന്ന വൈശാഖ മാസം മഹാവിഷ്ണുവിനെ ഉപാസിക്കാൻ അത്യുത്തമമാണെന്നാണ് വിശ്വാസം. ചാന്ദ്രമാസങ്ങളിൽ ആദ്യത്തേത് ചൈത്രം, പിന്നെ വൈശാഖം. ഇവ രണ്ടും ചേർന്നത് വസന്തം. പ്രകൃതി തന്നെ പൂവണിയുന്ന കാലമാണിത്. സർവ സൽക്കർമ്മങ്ങൾക്കും വസന്തമാണ് ഉത്തമമായി ആചാര്യന്മാർ വിധിക്കുന്നത്. യജ്ഞങ്ങൾ വസന്തത്തിലാണ്. ക്ഷേത്രോത്സവങ്ങളും ഈ കാലഘട്ടത്തിൽ തന്നെ വരും. ചിത്ര നക്ഷത്രവും പൗർണമാസിയും ഒരേ ദിവസം വരുന്നതാണ് ചൈത്രമാസം. അതിനു മുൻപുള്ള പ്രതിപദം മുതൽ ചൈത്രമാസം ആരംഭിക്കും. പിന്നത്തെ അമാവാസി കഴിഞ്ഞാൽ വൈശാഖം ആരംഭം. വൈശാഖ മഹാത്മ്യത്തെപ്പറ്റി സ്കന്ദപുരാണം, പത്മപുരാണം ഇത്യാദികളിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. വൈശാഖ ധർമ്മങ്ങളിൽ സ്നാനവും ജപവും ദാനവുമാണ് അത്യന്തം മുഖ്യം. 6 നാഴിക പുലരുന്നവരെ ജലാശയങ്ങളിൽ എല്ലാം ഗംഗാദേവിയുടെ സാന്നിധ്യമുണ്ടാകും. ജപം, ഹോമം, പുരാണപാരായണം, സജ്ജന സംസർഗം എന്നിവയും വൈശാഖകാലത്ത് അത്യന്തം പുണ്യപ്രദങ്ങളാണ്. വൈശാഖകാലത്ത് അനേകം പുണ്യദിവസങ്ങളുണ്ട്. പ്രധാനമായും അക്ഷയ തൃതീയ, വറുദിനി ഏകാദശി, പരശുരാമ ജയന്തി, ഗംഗാസപ്തമി, സീതാനവമി, മോഹിനി ഏകാദശി, നരസിംഹ ജയന്തി, ബുദ്ധപൂർണിമ, കൂർമ്മ ജയന്തി തുടങ്ങിയവയാണ് വൈശാഖത്തിലെ മറ്റ് ആഘോഷങ്ങൾ. അവയെല്ലാം മഹാവിഷ്ണുവുമായി ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. 2024 മെയ് 9 ആരംഭിക്കുന്ന വൈശാഖമാസം ജൂൺ 6 സമാപിക്കും. എന്താണ് അക്ഷയ തൃതീയ? ബലരാമന്റെ ജന്മദിനമായാണ് അക്ഷയ തൃതീയയെ കണക്കാക്കുന്നത്. ആ ദിവസം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ഒരിക്കലും ക്ഷയിക്കാത്ത ഫലമുള്ളതിനാലാണ് അക്ഷയ തൃതീയ എന്നറിയപ്പെടുന്നത്. പരശുരാമാവതാരവും വൈശാഖത്തിൽ അക്ഷയ തൃതീയ ദിവസം തന്നെയാണ്. വൈശാഖത്തിലെ ശുക്ല ചതുർദശി ദിവസമത്രേ നരസിംഹ ജയന്തി. ഇങ്ങനെ മഹാവിഷ്ണുവിൻ്റെ 3 അവതാരങ്ങളും വരുന്ന ഈ വൈശാഖ മാസം തന്നെയാണ് വിഷ്ണുപ്രീതിക്കും ഉപയുക്തം. അക്ഷയ തൃതീയ ശാശ്വതമായ ഐശ്വര്യത്തെയും സമൃദ്ധിയെയും പ്രതീകപ്പെടുത്തുന്നു. ഈ ദിവസം ശുഭകരമായ പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്നുവെന്നും
ശാശ്വതമായ വിജയവും ഭാഗ്യവും ഉറപ്പാക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. അക്ഷയ എന്ന പദം ശാശ്വതമായതിനെ സൂചിപ്പിക്കുന്നു. അതേസമയം തൃതീയ ശോഭയുള്ള രണ്ടാഴ്ചയിലെ, അതായത് പൗർണമിയിലെ 3-ാം ദിവസത്തെ സൂചിപ്പിക്കുന്നു. ബിസിനസ്സിലോ മതപരമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴോ പുതിയ ജോലിയിൽ ഏർപ്പെടുമ്പോഴോ ആകട്ടെ ഈ ദിവസം സമൃദ്ധമായ തുടക്കങ്ങൾക്ക് നല്ലതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അക്ഷയ തൃതീയയിൽ ചന്ദ്രന്റെയും ഗ്രഹങ്ങളുടെയും അധിപനായ സൂര്യൻ അതിൻ്റെ ഏറ്റവും തിളക്കമുള്ള ഘട്ടത്തിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. മറ്റേതൊരു ദിവസത്തേക്കാളും ഈ ദിവസം തിളങ്ങുന്നതിനാൽ പുതിയ പങ്കാളിത്തങ്ങൾക്കും വിവാഹങ്ങൾക്കും ഇത് പ്രയോജനകരമാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഹൈന്ദവ പാരമ്പര്യത്തിൽ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ മഞ്ഞ വസ്ത്രം ധരിച്ച് അതിരാവിലെ എഴുന്നേറ്റ് ശുദ്ധിയോടെ കുളിയും കഴിഞ്ഞ് ഒരുങ്ങിയുമാണ് ഭക്തർ ഈ ദിവസം ആചരിക്കുന്നത്. വിഷ്ണു സഹസ്രനാമവും വിഷ്ണു ചാലീസയും പാരായണത്തോടൊപ്പമാണ് വിഷ്ണുവിൻ്റെ വിഗ്രഹത്തിൽ പ്രാർത്ഥനകൾ നടത്തുന്നത്. ഇപ്പോൾ ഹിന്ദു കലണ്ടറുകൾ ഏതാണെന്നും വൈശാഖ മാസത്തിൻ്റെയും അക്ഷയ തൃതീയയുടെയും പ്രത്യേകത എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇന്ന് കാണുന്നത് പോലെ അക്ഷയ തൃതീയ സ്വർണം മേടിക്കാനായിട്ടുള്ള ഒരു ദിവസമൊന്നുമല്ല. അത് ജുവല്ലറിക്കാരുടെ ഒരു പരസ്യത്തിൻ്റെ ഭാഗമായിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ. വീണ്ടും നല്ല ഒരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.